ഇതാകെ 2 സെക്കൻഡ് വീഡിയോ ഉള്ളൂ. ഈ വീഡിയോക്കകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നത്. ഇവർ രണ്ടുപേരും എന്തോ സംസാരിക്കുവാണ്. നിങ്ങൾ സംസാരിക്കാതിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തോ, അല്ലെങ്കിൽ കൈ പിടിക്കുകയോ കെട്ടിപ്പിടിക്കുകയോ, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. പോരാത്തതിന് നിങ്ങളുടെ ഭർത്താവാണ്. പക്ഷേ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് അവൻ കള്ളനാണ്, അമ്മയും പെങ്ങളും തിരിച്ചറിയാത്തവനാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തൊരു പരിപാടിയായി കാണിക്കുന്നത്? അപ്പോൾ ജനങ്ങളെ എന്തോ നിങ്ങൾ പൊട്ടന്മാരാക്കാൻ വേണ്ടി നോക്കുവാണോ? 2 ദിവസത്തിന് മുന്നേ ഫെസ്മിന സക്കീർ അക്ബർ ഖാനെതിരെ ഒരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഫെസ്മിനയുടെ കൂട്ടുകാരി എടുത്ത് അക്ബർ ഖാൻ ടിൻഡർ വഴി ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചാറ്റ് ചെയ്ത സമയത്ത് നമ്പറൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നമ്പർ എടുത്ത് പിന്നെ ഫെസ്മിന മെസ്സേജ് അയച്ചു. അങ്ങനെ അക്ബർ ഖാനെ കംപ്ലീറ്റ്ലി എക്സ്പോസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരുന്നു അത്. അതായത് ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ടിൻഡറിൽ അക്കൗണ്ട് തുടങ്ങേണ്ട ആവശ്യമില്ല. എന്തായാലും അക്ബറിന്റെ ഭാഗത്ത് തെറ്റുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാര്യം കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഡേറ്റിംഗ് ആപ്പിൽ പോയിട്ട് വെറുതെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ അക്ബറിന് വരുന്നില്ല. ഓക്കെ, എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഈ ഫെസ്മിന സക്കീറും ഹസ്ബൻഡുമായിട്ടുള്ള ഇഷ്യൂ നിങ്ങൾക്കറിയാമല്ലോ. ഈ പുള്ളിക്കാരത്തി കണ്ടിന്യൂസ്ലി ഇത് കണക്ക് എപ്പിസോഡ് കണക്കിന് സ്വന്തം ഭർത്താവിനെ പറ്റിയിട്ട് ഓരോ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അതായത് ഈ സ്വന്തം ഹസ്ബൻഡായിട്ടുള്ള ഈ ലല്ലു എന്ന് പറയുന്ന വ്യക്തിക്ക് സ്വന്തം അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്തൊരു വ്യക്തിയാണെന്നുള്ള രീതിയിലാണ് ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. സ്വന്തം പെങ്ങളുടെ അടുത്ത് ലല്ലു ചെയ്തത് കണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ. എന്നാൽ ഇതേ ഫെസ്മിന സക്കീർ ഈ ലല്ലുവായിട്ട് കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂർ വെച്ച് നേരിട്ട് കാണുകയും പിന്നെ അവൻ്റെ കൈ പിടിച്ചിരിക്കുകയും പിന്നെ അവരുമായിട്ട് തമ്മിൽ ഒരുമിച്ച് ബൈക്കിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ഒരു ചാറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ സൈഡിൽ വയ്ക്കാം. ആദ്യമേ ഞാനിവിടെ ആ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. ഇതാകെ 2 സെക്കൻഡ് വീഡിയോ ഉള്ളൂ. ഈ വീഡിയോക്കകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നത്. ഇവർ രണ്ടുപേരും എന്തോ സംസാരിക്കുവാണ്. നിങ്ങൾ സംസാരിക്കാതിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തോ, അല്ലെങ്കിൽ കൈ പിടിക്കുകയോ കെട്ടിപ്പിടിക്കുകയോ, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. പോരാത്തതിന് നിങ്ങളുടെ ഭർത്താവാണ്. പക്ഷേ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് അവൻ കള്ളനാണ്, അമ്മയും പെങ്ങളും തിരിച്ചറിയാത്തവനാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തൊരു പരിപാടിയായി കാണിക്കുന്നത്? അപ്പോൾ ജനങ്ങളെ എന്തോ നിങ്ങൾ പൊട്ടന്മാരാക്കാൻ വേണ്ടി നോക്കുവാണോ? എനിക്കിത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വരുന്നത്. എനിക്ക് വേറൊരു ഡയലോഗ് പ്രധാനമായിട്ട് ഓർമ്മ വരുന്നുണ്ട്. ആ ഡയലോഗ് ഞാൻ ഇവിടെ കേൾപ്പിക്കാം. ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളാണ്, ഐ എക്സ്പോസ് പീപ്പിൾ. അത് കഴിഞ്ഞ് പുള്ളിയുടെ അനക്കം കേട്ടിട്ടില്ല. പുള്ളി ഒരു റിപ്ലൈ ഇല്ല. പുള്ളി സീനാക്കി. ബാക്കിയുള്ളവരെ എക്സ്പോസ് ചെയ്യാൻ പോയിട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് എക്സ്പോസ് ചെയ്ത അവസ്ഥയാണ് ഫെസ്മിന സക്കീർ. എന്തുവാടെ ഇതൊക്കെ? ഒരു മര്യാദ വേണ്ട. ഇത് 1-2 വീഡിയോ ഒന്നും അല്ലായിരുന്നു ഇട്ടിട്ടുള്ളത്. അതായത് സ്വന്തം ഹസ്ബൻഡിനെ പറ്റിയിട്ട്. എന്നിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നത്. തീർന്നിട്ടില്ല. ഈ വീഡിയോ ഉൾപ്പെടെ ഇവരുടെ ഫോട്ടോ ഉൾപ്പെടെ ഫെസ്മിനയ്ക്ക് എന്നെ പേഴ്സണലി മെസ്സേജ് അയച്ച ആൾക്കാർ ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഫെസ്മിനെ കൊടുത്ത റിപ്ലൈ ഞാൻ ഇവിടെ വായിച്ചു തരാം. വി ആർ മാരീഡ്, സോ ദെയർ ആർ എ ലോട്ട് ഓഫ് തിങ്സ് വിച്ച് ആർ പേഴ്സണൽ. ഓക്കെ, അങ്ങനെ പേഴ്സണലായിട്ട് വെക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ ഇങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ വന്നിരുന്ന് വിളമ്പരുത്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഉണ്ടെങ്കിൽ അക്ബറും ആ ഒരു പെൺകുട്ടിയും ചാറ്റ് ചെയ്തത് അതും ഒരു പേഴ്സണൽ കാര്യമല്ലേ? അതെന്തിന് നിങ്ങളെടുത്ത് വെളിയിലിട്ടു? ഇതൊക്കെ ഒരു ചോദ്യമല്ലേ? അപ്പോൾ ഈ 2 കാലിൽ മന്തുള്ളവനാണ് 1 കാലിൽ മന്തുള്ളവരെ കുറ്റം പറയണത്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് യുവർ ബിസിനസ് ഐദർ, ആൻഡ് ഇഫ് ഐ മേക്ക് തിങ്സ് ഓക്കെ വിത്ത് ഹിം ഓർ നോട്ട്, അത് ഇറ്റ്സ് മൈ ഡിസിഷൻ. ഹി ഹാസ് ചീറ്റഡ് മീ ഇമെൻസ്ലി. അപ്പോൾ ബ്രോ ഈ മെസ്സേജ് അയക്കേണ്ട കാര്യമില്ല. ഇങ്ങനൊന്നും ന്യായീകരണം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ മെസ്സേജ് അയച്ചു തന്ന വ്യക്തി നമ്മുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനിവിടെ വായിച്ചു തരാം. Hey, we saw your YouTube video on Lallu Fesmina issue supporting Fesmina, but recently some of my friends saw them from Bangalore AGV Kirlosagar layout together like nothing happened. Saw them in bike, she hugging Lallu. Whatever it is, she is a public figure. Talking one thing in social media and doing the exact opposite in public. അതല്ലേ ഇവിടെ ഞാനും പറഞ്ഞത്. പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് ഒരു ഡയലോഗ് പറയും, ഈ ലല്ലു കള്ളനാണ്, ലല്ലു അമ്മയും പെങ്ങളെ തിരിച്ചറിയാത്തവനാണ്, എന്നിട്ട് ആരും കാണാതെ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് വന്നിരുന്ന് പ്രവർത്തിക്കുന്നത്. എന്തായാലും ഫെസ്മിന ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. നിങ്ങൾ ബാക്കിയുള്ളവരെ പോയി എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെയും ഇതുപോലെ പല ആൾക്കാരും വന്ന് എക്സ്പോസ് ചെയ്യും. അന്നേരം ഇതിനെയൊക്കെ പറ്റി ചോദിക്കുമ്പം അവരെ വെറുതെ പുച്ഛിച്ച് വിടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും. എന്തൊക്കെ ബഹളമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 2 വീഡിയോ ചെയ്തിട്ടില്ല, ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. ഇത് ആക്ച്വലി ഈ ഒരു സംഭവം കണ്ട ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്സിന് മെസ്സേജ് അയച്ചൊരു കാര്യമാണ്. ശരിക്കും ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കാതിരിക്കുക. കുറച്ച് നാളുകൾക്ക് മുന്നേ എന്തോ പ്രഗ്നൻസിയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് എന്തോ ഇഷ്യൂസ് ഉണ്ടായിരുന്നെന്ന് പറയുന്നേക്കാം. പിന്നെ ഇവരെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഇവർ കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ. ഞാൻ യൂഷ്വലി എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യില്ല, കാര്യം പേഴ്സണൽ കാര്യം പിന്നെ വെറുതെ എന്തിനാണ് നമ്മളെടുത്ത് വെച്ച് ചർച്ച ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഞാനത് വിട്ടതാണ്. എനിക്കിവിടെ ചിരി വരുന്നൊരു കാര്യം വേറെ ഒന്നുമല്ല. ഈ ചാറ്റിനകത്ത് പുള്ളിക്കാരത്തി വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്തോ അത് ഞാൻ ഇനി അവനോട് സോൾവ് ചെയ്യാതിരിക്കുകയോ അതൊക്കെ എൻ്റെ പേഴ്സണൽ ഡിസിഷനാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊരു ഡയലോഗ് പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. എന്നാൽ ഈ വ്യക്തി തന്നെയല്ലേ ഒരു 4 ആഴ്ചയ്ക്ക് മുന്നേ ലല്ലുവിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ വേണേൽ ആ ഒരു വീഡിയോ ഇവിടെ കാണിക്കാം. ഹലോ, സോ ഞാൻ 2-3 ദിവസം മുന്നേ എടുക്കണമെന്ന് വിചാരിച്ച വീഡിയോ ആണിത്. പക്ഷേ എന്തുകൊണ്ട് ഐ വാസ് നോട്ട് മെൻ്റലി ഓക്കെ ടു ടോക്ക് അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഓക്കെ ആയിട്ടാണ് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കുന്നത്. അമ്മേനെയും പെങ്ങളെയും തിരിച്ചറിയാത്ത ആൾക്കാരെന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴാണ് ഞാൻ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് വിറ്റ്നസ് ചെയ്യുന്നത്. അതും ഞാൻ നിക്കാഹ് കഴിച്ച ഒരാൾ അങ്ങനെയായി പോയതിൽ എന്നറിയുന്നതിൽ എനിക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ഒരാളെ ആണല്ലോ ഞാൻ ഇത്രയധികം സ്നേഹിച്ചതെന്ന് അറിയുമ്പോഴത്തേക്കും
ഐ ഫീൽ റിയലി ബാഡ്. സോ എനിക്ക് ഷിബ്ലിയുടെ കസിൻ സിസ്റ്റർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് വന്ന മെസ്സേജ്. ഫസ്റ്റത്തെ മെസ്സേജ് ഞാൻ ഇവിടെ കൊടുക്കാം. ബാഡ് മെസ്സേജ് അയച്ചായിരുന്നു നീ അവൻ്റെ കൂടെ ഉള്ളപ്പോൾ തന്നെ, അതായത് ഞങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് തന്നെ. അപ്പം ഞാൻ ഉള്ളപ്പോഴും എപ്പോഴെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൾ പറഞ്ഞു PKM സ്കൂളിൽ പ്രോഗ്രാം നടന്ന അന്ന്, PKM സ്കൂളിൽ പ്രോഗ്രാം നടന്ന അന്ന് ഇവൻ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇവൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ചാറ്റ് നമുക്ക് നോക്കാം. നീ ഉറങ്ങി കഴിഞ്ഞിട്ട് നീ ഉറങ്ങുക എന്ന് പറഞ്ഞു. അപ്പം നീ ഉറങ്ങുകയാണ്, ചെറുപ്പം തൊട്ടേ നിന്നെ കാണുമ്പോൾ എനിക്ക് ക്രഷ് അടിച്ചായിരുന്നു, നിന്നെ എനിക്ക് സിസ്റ്ററായിട്ട് കാണാനല്ല ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു. അന്ന് അവനോട് കുറേ ചോദിച്ചു നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, സ്വന്തം ബ്രദറിനെ പോലെയല്ലേ കണ്ടേ. പിന്നെ അവൻ എന്നോട് അന്ന് പറഞ്ഞത് നീ നിൻ്റെ സ്വന്തം സിസ്റ്ററിനെ സിസ്റ്ററായിട്ടല്ല കണ്ടത്, നിനക്ക് ക്രഷായിരുന്നെന്ന്. നീ അത് പറയുമ്പോൾ തന്നെ നീ എന്തൊരു വൃത്തികെട്ടവനാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. നിനക്ക് എങ്ങനെ നിൻ്റെ കസിൻ സിസ്റ്ററിനോട് ഓക്കെ ക്രഷ് എന്ന് പറയുമ്പോൾ നമുക്ക് കോമഡിക്ക് പറയാം, പക്ഷേ നീ ഇത്രയും സീരിയസ് ആയിട്ട് അത് പറഞ്ഞിട്ട് നീ പിന്നെ പറഞ്ഞു ഉപ്പാനോട് പറയില്ല നീ അന്ന് ഡ്രിങ്ക്സ് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ താങ്കൾ ഡ്രിങ്ക്സ് യൂസ് ചെയ്താൽ താങ്കൾ ഏത് മൂഡിലും എന്തും പറയും, സ്വന്തം ഫാമിലിയോട് പോലും അങ്ങനെ പറയും എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇത്രയും കാര്യങ്ങൾ സ്വന്തം ഹസ്ബൻഡിനെ പറ്റിയിട്ട് എടുത്ത് വെളിയിലിട്ട് എക്സ്പോസ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പേഴ്സണലി സംസാരിച്ച് തീർത്ത് നിങ്ങൾക്ക് ഓക്കെ ആകാൻ പറ്റുമായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇത് വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയെന്നല്ലേ ആൾക്കാർ പറയത്തുള്ളൂ. ഒബ്വിയസ്ലി അത് അങ്ങനെ തന്നെ ചിന്തിക്കത്തുള്ളൂ. ഇതിപ്പോൾ ചോദിക്കാൻ ചെന്ന ആളുടെ അടുത്ത് പോലും നിങ്ങൾ പറഞ്ഞു കണ്ടില്ലേ, ഇറ്റ്സ് നോട്ട് യുവർ ബിസിനസ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഇത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ്. അപ്പം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് ചോദിക്കും, അതിന് ഉടനെ ഇറ്റ്സ് നോട്ട് യുവർ ബിസിനസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്ത് അർത്ഥമാണുള്ളത്? നിങ്ങൾക്ക് ബോധമില്ലേ നിങ്ങൾ എന്താ കാണിക്കുന്നതെന്ന്? നിങ്ങൾക്ക് ബാക്കിയുള്ളവരെ പറ്റിയിട്ട് എന്തും വിളിച്ച് പറയാം. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ അവരുടെ അടുത്ത് പറഞ്ഞത് മൈൻഡ് യുവർ ബിസിനസ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, ഞാൻ ചിലപ്പോൾ അവനുമായിട്ട് സോൾവ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ സോൾവ് ചെയ്യാതിരിക്കുമായിരിക്കും, അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് നിങ്ങളെ തന്നെ റിയലൈസ് ചെയ്യും നിങ്ങൾക്ക് ഉളുപ്പെന്ന് പറയുന്നൊരു സാധനം ഉണ്ടോയെന്ന്. ഒന്നും പറയാനില്ല. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾ പൊട്ടന്മാരാക്കിയതാണ്. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഏകദേശം 1 lakh അടുപ്പിച്ചാണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അത്രയും ആൾക്കാർ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടല്ലേ നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അവരോടെങ്കിലും നിങ്ങൾ ഒരു ശകലം കമ്മിറ്റ്മെൻറ്റ് കാണിക്കണ്ടേ? ഈ ഒരു വിഷയത്തിൽ എത്ര പേര് നിങ്ങളുടെ വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ചാനൽസ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അവരുൾപ്പെടെ ഇപ്പം മണ്ടന്മാരാവുന്ന ലക്ഷണമാണ്. കാര്യം നിങ്ങളുടെ ചാറ്റ് അങ്ങനെയാണ്. മേ ബി നിങ്ങളിപ്പം എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് എല്ലാം ക്ലോസ് ചെയ്യാനായിട്ട് മേ ബി പോയതായിരിക്കാം. പക്ഷേ നിങ്ങളിത് ചോദിക്കാൻ വന്ന ആൾക്കാരുടെ അടുത്ത് പോലും നിങ്ങൾ എന്തോ പറയുന്നത്, വേറെ രീതിയിലാണ് സംസാരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ പിന്നിലുള്ള സത്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ രണ്ട് നിലപാടിൽ ഒരു കാരണവശാലും നിൽക്കാൻ പാടില്ല. നിങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിൽ ആ ഒരു വ്യക്തിയെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന വളരെ മോശക്കാരനായിട്ടുള്ള രീതിയിലാണ്. എന്നിട്ട് നിങ്ങൾ അപ്പുറത്ത് എന്നിട്ട് കൈ പിടിച്ചിരിക്കുക. പിന്നെ ബൈക്കിലൊക്കെ കയറി പോയെന്ന് ചാറ്റിൽ പറയുന്നുണ്ട്. ഞാനത് ഒരിക്കലും കൺഫേം ആക്കിയിട്ട് പറയുന്നില്ല. എൻ്റെ ഫോട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ആകെ കണ്ടിട്ടുള്ള ഈ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്കിനി അക്ബർ ഖാൻ്റെ പോസ്റ്റിലോട്ട് പോകാം. അക്ബർ ഖാൻ കേസ് കൊടുക്കുമെന്നൊക്കെയാണ് പറയുന്നത് ഫസ്മിനെതിരെ. എന്തായാലും നമുക്ക് വായിക്കാം. എ യൂട്യൂബർ ഹാസ് റിലീസ്ഡ് എ വീഡിയോ കണ്ടെയ്നിങ് സെവറൽ ഫാൾസ് ആൻഡ് ബേസ്ലെസ് അലിഗേഷൻസ് അഗെയിൻസ്റ്റ് മീ. And my response was delayed as I was in Qatar for certain programs and engagements. I have now decided to pursue the matter legally. The notion that anyone can make arbitrary and defamatory remarks against others simply because they have access to a social media platform must come to an end. Okay. അതായത് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ പറ്റിയും എന്ത് തോന്നിവാസം പറയുന്നത് അത്ര ശരിയുള്ള പരിപാടിയൊന്നും അല്ല. പുള്ളിക്കാരൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡീഫമേറ്ററി കേസ് കൊടുക്കുക, അതായത് ഡീഫമേഷന് കേസ് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇത്രയേ ഉള്ളൂ ഇതിനകത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഐ വിൽ എൻഷുർ ത്രൂ ഡ്യൂ ലീഗൽ പ്രോസസ് ദാറ്റ് ദി കൺസേൺഡ് ഇൻഡിവിജ്വൽസ് themselves disclose and prove what defamatory or objectionable statement they believe I have made. ഓക്കെ, അതായത് അക്ബർ ഖാൻ എന്ത് മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇവിടെ ചെയ്തതെന്ന് അവർ വെളിപ്പെടുത്തണം എന്നാണ് പുള്ളി പറയുന്നത്. അല്ലാത്ത പക്ഷം പുള്ളിക്കാരൻ ഇത് ലീഗലി തന്നെ രീതിയിൽ പോകുന്നത്. എന്തായാലും ലീഗലി പോയി, ഇനി പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ആ ചാറ്റ് കണ്ടപ്പം എനിക്ക് വലിയ രീതിയിൽ മോശമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് അപ്പോഴും പറയാം, നിങ്ങൾ ചെയ്ത തെറ്റ് തന്നെയാണ്. കാര്യം കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വേറെ റിലേഷൻ തപ്പി പോകേണ്ട ആവശ്യം അവിടെ ഇല്ല. അത് മാത്രമല്ല ഡേറ്റിംഗ് ആപ്പിൽ ചെന്ന് അക്കൗണ്ട് തുടങ്ങേണ്ട ആവശ്യമില്ല. അത് തെറ്റ് തന്നെയാണ്. അതിനകത്ത് ഒരു മോശമായിട്ടോ വൾഗറായിട്ടോ ഒരു രീതിയിലുള്ള ചാറ്റും ഇല്ല. പക്ഷേ നിങ്ങളുടെ പാർട്ട്ണർ ഇത് കണ്ടുകൊണ്ടിരിക്കുമല്ലേ, അവർക്ക് ഒരിക്കലും ഇത് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ അവരുടെയും കൂടി ഇമോഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യത്തിനകത്തോട്ട് ഇറങ്ങിത്തിരിക്കാൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.